നമ്മൾ ഈ ഇംഗ്ലീഷ് പടത്തിൻ്റെ ട്രെയിലറും ടീസറൊക്കെ റിയാക്ട് ചെയ്യുന്നത് കുറവായിരുന്നു. കാരണം നമ്മൾ ചാനൽ ചെയ്ത 2-3 വീഡിയോസിനും വ്യൂസ് തീരെയില്ല. പക്ഷേ എന്നാലും നമ്മൾ വിട്ടുകൊടുക്കില്ല. നമ്മൾ ഇപ്രാവശ്യം വന്നിരിക്കുന്നത് ജുറാസിക് പാർക്കിൻ്റെ പുതിയ വെർഷൻ. ജുറാസിക് പാർക്കല്ലല്ലോ, എന്തായാലും പേര് ജുറാസിക് വേൾഡ് റീബർത്ത്. ജുറാസിക് വേൾഡ് റീബർത്ത്, അതായത് ജുറാസിക് പാർക്കിന് ശേഷം ജുറാസിക് വേൾഡ് വരുന്നു. ആ ജുറാസിക് വേൾഡ് എന്ന് പറഞ്ഞ ഫ്രാഞ്ചൈസി കഴിഞ്ഞു. ഇനി ജുറാസിക് വേൾഡിൻ്റെ റീബർത്തായിട്ട് അതിനെ റീബൂട്ട് ചെയ്യണം അവർ വീണ്ടും. സോ അതിൻ്റെ ഒരു ട്രെയിലർ 2 രണ്ടാമത്തെ ട്രെയിലറാണ് വന്നിരിക്കുന്നത്. സ്കാർലറ്റ് ജോൺസണൊക്കെ അഭിനയിക്കുന്ന പടമാണ്. ഫസ്റ്റ് ട്രെയിലർ കണ്ടപ്പോൾ നമുക്ക് തോന്നിയത് ഇത് യൂഷ്വൽ ജുറാസിക് പാർക്കിനെ അല്ലെങ്കിൽ ജുറാസിക് പാർക്കിൻ്റെ ആ യൂണിവേഴ്സിനകത്ത് കുറച്ചുകൂടെ ഒരു ഹൊറർ എലമെൻ്റ് ഉള്ള പടം, അല്ലെ കുറച്ചുകൂടെ ഒരു സ്കേരി ആയിട്ടുള്ള ഫിലിം. മറ്റു പടങ്ങളെല്ലാം കുറച്ചുകൂടെ ഒരു നമുക്ക് എവിടെയൊക്കെ അത്രയും നമ്മളെ ഭയപ്പെടുത്താത്ത, അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു ഭയങ്കര എന്താ പറയുക ആ ഒരു സ്കേർനെസ് തോന്നിക്കാത്ത ടൈപ്പ് ഓഫ് പടം. ഇതിൻ്റെ ഫസ്റ്റ് ട്രെയിലറിനകത്ത് ആ ഒരു പാർട്ട് കുറച്ച് ഇതെന്തോ മറ്റേനൊക്കെ കുറച്ചുകൂടെ ഡാർക്ക് പടമാണെന്ന് ഫീൽ ചെയ്യുന്നുണ്ട്. നമുക്ക് അതിൻ്റെ ട്രെയിലർ 2 ഒന്ന് കണ്ടു നോക്കാം. വീണ്ടും ടെസ്റ്റ് നടത്തുന്നു, വീണ്ടും ഉണ്ടാക്കുന്നു, പിടിക്കുന്നു. ഇതിന്റെ കളർ ഗ്രേഡിനെ കോൺസ് കള്ള ഐലൻഡിന്റെ ഒരു മൂടാണ് മൊത്തത്തിൽ. ആ മൂഡ് മൊത്തത്തിൽ ലുക്ക് ആൻഡ് ഫീൽ ജുറാസിക് പാർക്കിന്റെ മൂടല്ല കണ്ടോ. ഈ ഏരിയ ഒക്കെ മറ്റേ പടത്തിലുണ്ട് ഇതേ സിമിലർ ആയിട്ടുള്ളൊരു. കാണാം ഈ ലുക്കൊക്കെ കണ്ടോ, കറക്റ്റ് മറ്റേ സ്കൾ ഐലൻഡിൻ്റെ ഒരു ഫീൽ അല്ലേ? അല്ല ഈ പ്ലേസ് We put ourselves in a place where we don't belong. Survival is a long shot. That's kind of our specialty. She's scared. She's scared of me. അതെന്തോ പുതിയതാണ്, ഏലിയനാണോ എന്തോ അത് പുതിയ സ്പീഷീസ് ആണ് മ്യൂട്ടൻ്റ്. മ്യൂട്ടേഷൻ സംഭവിച്ച ഡൈനോസോറിനെ പോലെ അല്ലേ? ഈ കണ്ടോ മറ്റേ നോർമൽ മറ്റേ പറക്കുന്ന സാധനം വന്നത്. ഈ എല്ലാ സീക്വൻസും ഇവരെ കാണിക്കുക. ജൂലൈ 2-ാം തീയതി, 1 മാസം അല്ലേ, 1.5 മാസം കൂടെ ഉള്ളൂ. ടൂ മച്ച് കാര്യങ്ങൾ ഇവരിങ്ങനെ കാണിച്ചു പോകും. അതാണ് അവരുടെ പണ്ട് പോലുള്ള പരിപാടിയാണല്ലോ. എന്നാലും അത് ഇത്രയും നമുക്ക് ഇവരെപ്പോഴും ഇങ്ങനെ ഈ ട്രെയിലർ കട്ട് ചെയ്യുമ്പോൾ അതിനകത്ത് ഒരു സീക്വൻസ്, അതായത് അതിനകത്ത് ഏറ്റവും നല്ലൊരു സീക്വൻസ് കാണിക്കാതെ ബാക്കിയുള്ള സീക്വൻസുകളെല്ലാം കാണിച്ച് നമ്മളെ അതിലേക്ക് എത്തിക്കുന്നതായിരിക്കും നല്ലത്. കാരണം നമ്മൾ തിയേറ്ററിൽ കയറുമ്പോൾ നമുക്കൊരു സർപ്രൈസ് കിട്ടില്ല. ഇതിപ്പോൾ നമുക്ക് എല്ലാ ഈ സീനുകളുണ്ട്, ഈ സീനുകളുണ്ട്, ഇങ്ങനെ സീനുകൾ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യില്ല. അങ്ങനെ ഇത് കൊള്ളാം. ഇത് ഞാൻ പറഞ്ഞില്ല, ഇത് കാണുമ്പോൾ മൊത്തം എനിക്ക് സ്കൾ ഐലൻഡിൻ്റെ ഒരു മൂടാണ്. അതായത് കളർ ഗ്രേഡിങ്ങിൻ്റെയും ഒരു അറ്റ്മോസ്ഫിയർ മൊത്തം സെറ്റ് ചെയ്തിരിക്കുന്നതിന് ഈ കോം സ്കൾ ഐലൻഡിൻ്റെ മൂട്. അതുപോലെ അതിൽ ബ്രെയിലാർട്സ് ആണെങ്കിൽ ഇതിൽ സ്കാർലറ്റ് ജോൺസൺ അല്ലേ? അങ്ങനെ ഭയങ്കര ഒരു സിമിലർ ഒരു നമ്മളിപ്പോൾ രണ്ടിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്തതിന് വെച്ച് കഴിഞ്ഞാൽ ഏറെക്കുറെ ഏത് പടത്തിന്റെ എന്ന് ചോദിക്കുന്ന പോലത്തെ ഒരു സംഭവമുണ്ട്. അത് ജുറാസിക് വേൾഡ്. ഈ ജുറാസിക് വേൾഡിന്റെ തന്നെ സീരീസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും മറ്റേ ജുറാസിക് പാർക്കിന്റെ ഫസ്റ്റ് സെക്കൻഡ് അതേ സാധനത്തിന് തന്നെ വേറൊരു ഇത് മറ്റേ കാരണം തേർഡ് പാർട്ടുണ്ട്. തേർഡ് പാർട്ടിന്റെ സെയിം ആ സാധനം തന്നെ കുറച്ച് മാറ്റം വരുത്തിയിട്ടുണ്ട് ഇവര്. അത്രേ ഉള്ളൂ. കാരണം കുറെ ഇതിന്റെ ഫസ്റ്റ് ട്രെയിലർ സീൻ ഉണ്ടായിരുന്നു മറ്റേ കണ്ടുണ്ടല്ലോ മറ്റേ, അതായത് ഇത് വേറൊരു പാർട്ടി പോകുന്നുണ്ട്
അതിന്റെ പാനലിൽ മറ്റേ ഒരു ടീം ഫാമിലി ആ ഒരു ഫാമിലിയാണ്. ഇപ്പറേ ഒരു ടീം DNA ശേഖരിക്കാനായിട്ട് പോകുന്നുണ്ട്. കാരണം മറ്റേ തേർഡ് പാർട്ടിനകത്ത് മറ്റേ മുട്ട കിട്ടുന്നുണ്ട്, മറ്റേ പറക്കുന്ന സാധനം വരുന്നുണ്ട്, ഒരുത്തരെ പിടിച്ചോണ്ട് പോകുന്നുണ്ട്. ആ സെയിം ഷോട്ട് മറ്റേതുണ്ട്, മറ്റേ ഫസ്റ്റ് ട്രെയിനകത്തുണ്ട്. ഞാനത് കണ്ടപ്പോഴല്ലോ ചിവന്മാർ അത് തന്നെ എടുത്തിട്ട് അപ്ഗ്രേഡ് ചെയ്യണം അവർ. അല്ല, നമുക്ക് ആ വേൾഡ് അറിയാവുന്നതുകൊണ്ട് തന്നെ അവർ അതിന്റെ ഒരു ഛായകാച്ചലിൽ ഒരു പുതിയ പരിപാടി എന്നുള്ള ലൈനാണ്. ഓക്കെ, നമുക്കറിയാലോ തിയേറ്ററിൽ നല്ലൊരു അല്ല ഇത് കുറച്ചുകൂടെ എനിക്കൊന്ന് കുറച്ച് ജംസ്കേഴ്സ് ഒക്കെ ഉള്ള ടൈപ്പ് ഓഫ് ഒരു ജുറാസിക് വേൾഡ് ആവുമെന്ന് തോന്നുന്നു. കാരണം ഈ ജുറാസിക് മറ്റേ ഒരു മ്യൂട്ടന്റ് സംഭവിച്ച അത് തന്നെ. പക്ഷെ അതാ പറഞ്ഞത്, അതൊക്കെ ഇവർ കാണിക്കണ്ടായിരുന്നു. നമുക്ക് അതിൻ്റെ ഒരു എന്തെങ്കിലും ചെറിയ എന്തെങ്കിലും ഗ്ലിംസ് ടീസറിനകത്ത് കുറച്ച് ബെറ്റർ ചെയ്തു. ഫസ്റ്റ് ട്രെയിലറിനകത്ത് അതത്ര ഫുള്ളി കാണിക്കാതെ വിട്ടിരുന്നെന്ന് തോന്നുന്നു. ഇപ്പോൾ അവർ പിന്നെയും കാണിച്ചു. അതിനെയൊക്കെ കാണിക്കാതെ ഇങ്ങനെ ജസ്റ്റ് നമുക്ക് എന്തോ ഒരു സാധനം ഉണ്ടെന്ന് പറഞ്ഞിട്ട് വിടുന്ന പോലെ വിട്ട് കഴിഞ്ഞാൽ നമുക്ക് തിയേറ്ററിൽ പോകുമ്പോൾ എന്തെങ്കിലും പുതുതായിട്ട് കാണാം. ഇപ്പം നമ്മളെല്ലാം കണ്ട് എല്ലാത്തിൻ്റെ ഒരു എക്സ്റ്റൻഷൻ, ഈ കണ്ട സീക്വൻസിൻ്റെ എല്ലാത്തിൻ്റെ ഒരു എക്സ്റ്റൻഷനാണ് നമ്മൾ തിയേറ്ററിൽ കാണാൻ പോകുന്നത്. പിന്നെ 3D ആകുമോ എന്തോ നമ്പരാനറിയാം. 3D ഒന്നും ചെയ്യേണ്ട കാര്യമില്ല, ഇത് 2D കാണുന്നത് നല്ലത്. പിന്നെ ഇവർക്ക് 3D ഇറക്കിയില്ല സമാധാനം വരത്തില്ല. ഞങ്ങൾ ലാസ്റ്റ് ജുറാസിക് വേൾഡിൻ്റെ ലാസ്റ്റ് വേണം 3D കാണാൻ തിയേറ്ററിൽ ചെല്ലുമ്പോൾ ഈ കണ്ണട വെച്ചപ്പോൾ എന്ത് പറ്റുമെന്നറിയോ, ഇത് 2Dയാണ്. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ നിന്ന് ആൾക്കാരെല്ലാം കൂടെ ഇതെന്തോ ഇങ്ങനെയാണെന്ന് ആലോചിച്ചു. അതേ സമയത്ത് അബദ്ധവശാൽ ഈ കണ്ണാടി എടുത്തിട്ട് ഞാനിത് നോക്കിയിട്ട് പറ്റുന്നില്ല. കണ്ണാടിയുടെ പ്രശ്നം എന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ എടുത്തിട്ട് കണ്ണാടി ഇങ്ങനെ തിരിച്ച് വെച്ച് നോക്കിക്കഴിഞ്ഞപ്പോഴാണ് 3D കാണുന്നത്. അവസാനം അവിടെ തിയേറ്ററിൽ നിന്ന് ആൾക്കാരോട് പറഞ്ഞ് ചേട്ടാ കണ്ണാടി തിരിച്ച് വെച്ചാൽ നമുക്ക് 3D കാണാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇങ്ങനെ വെച്ച നോർമൽ കണ്ണാടി തിരിച്ച് തലകീഴായിട്ട് നമ്മൾ കണ്ണി വെച്ചുകൊണ്ടാണ് ഫസ്റ്റ് ഹാഫ് കണ്ടത്. സെക്കൻഡ് ഹാഫ് ഇൻട്രോൽ ആയപ്പോഴേക്കും പോയി അവിടെ നിന്ന് വെള്ളം വെച്ചു, ആൾക്കാർ വെള്ളം വെച്ചതിൻ്റെ പേരിൽ സെക്കൻഡ് ഹാഫിൽ കറക്റ്റായിട്ട് 3D കാണാൻ പറ്റി. പടം വലിയ സുഖമൊന്നുമില്ലായിരുന്നു, എന്നാലും പടം കാണാൻ ചെല്ലുന്ന സിനിമയുടെ സിനിമ കാണാനുള്ള ആ ഒരു എക്സ്പീരിയൻസിനെ നശിപ്പിക്കുകയാണ് അങ്ങനത്തെ ചില ചെയ്തികൾ. സോ അപ്പോൾ ഏതായാലും ജുറാസിക് വേൾഡ് റീബർത്ത് ജൂലൈ 2 അപ്പോൾ ജൂലൈ 2 റിലീസ്.